കല്ലായിപ്പുഴയിലെ കയ്യേറ്റങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പുഴ സംരക്ഷണ സമിതി. പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സർക്കാർ തുക വകയിരുത്തിയിട്ടും ജോലികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് പുഴ സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. കല്ലായിപ്പുഴയിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പുഴ സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ചെളി നീക്കം ചെയ്യാൻ ആവശ്യമായ തുക സർക്കാർ നീക്കിവെച്ചിട്ടും ജോലി തുടങ്ങാത്ത സാഹചര്യത്തിലാണ് ശക്തമായ പ്രക്ഷോഭ സമരത്തിന് തയ്യാറെടുക്കുന്നതെന്ന് പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഫൈസൽ പള്ളിക്കണ്ടി പറഞ്ഞു. കല്ലായിൽ പുഴയുടെ നവീകരണം നടക്കുന്നേയില്ല. കാരണം മാലിന്യം കൊണ്ട് ചളിയും കൊണ്ട് കല്ലായിപ്പുഴ തന്നെ നാശോന്മുഖമായെന്ന് പറയാൻ തുടങ്ങിയിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നടപടികളില്ലാതെ ഇപ്പം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ പോലെ ഇടപെടേണ്ടി വന്നു. കല്ലായിപ്പുഴ സംരക്ഷണ സമിതി വർഷങ്ങളായി ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഒരുപാട് പെടുത്തുക മാത്രമല്ല, കോടതിയെ പോലും നമുക്ക് സമീപിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ അതിനു വേണ്ടിയിട്ട് 13 കോടി രൂപ മാറ്റിവെച്ചു. ഇപ്പൊ 2 വർഷത്തോളമായി വ്യത്യസ്ത ഫണ്ടുകൾ കോർപ്പറേഷൻ കൊണ്ടുവന്ന് 7 ലക്ഷവും പിന്നെ 5,50,000 കൊണ്ടുവന്ന് ഇപ്പൊ 13 ലക്ഷത്തിൽ ഫണ്ട് കൊണ്ടെങ്കിലും നവീകരണ പ്രവർത്തികൾ നീണ്ടുപോകുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ഭയപ്പാട്. കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പ് എല്ലാ വർഷങ്ങളും ടെൻഡർ വിളിച്ചു. ഇതിനിടയിലായിട്ട് 15 വർഷത്തിനിടയിൽ 6 തവണ ടെൻഡർ വിളിച്ചു. അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ലോബിയാണ് ഈ പുഴയുടെ നവീകരണ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത്. വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചളി നീക്കം ചെയ്യൽ പ്രവൃത്തി ആരംഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഇതു സംബന്ധിച്ച് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഉത്തരവ് നൽകി. കയ്യേറ്റവും മാലിന്യങ്ങളും കാരണം കല്ലായിപ്പുഴ വലിയ ഒരു അഴുക്കുചാലായി മാറിയ കാര്യം ACV ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായത്. ACV ന്യൂസ്, കോഴിക്കോട്.